ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, വീണ്ടും ദൈവവചനത്തിന് കാതോർക്കാൻ കർത്താവ് നമുക്ക് കൃപ തരുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവവചനത്തിലേക്ക് നിങ്ങളെ കൂടെ ശ്രദ്ധ തിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനം നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നതിന് അതിന് തക്കവണ്ണം മനസ്സറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കയാൽ ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുറിവേറ്റ ഹൃദയങ്ങളുടെ മുറിവുണക്കാനും വേദനിക്കുന്നവരെ സ്വാന്തനിപ്പിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ദൈവം വചനം ഉപയോഗിച്ചാൽ വിടുതലുകളും ജയവും ജയോത്സവവും ഉണ്ടാകും എന്നതിന് നമ്മൾ തന്നെ സാക്ഷിയാണല്ലോ. എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കും നമ്മോട് സംസാരിക്കുന്നതിനും ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 49 അധ്യായം 8 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 49 അധ്യായം 8 വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പൊയ്ക്കൊള്ളുവീൻ എന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്നും പറയുവാനും ഞാൻ നിന്നെ കാത്തു. ഒരു നീണ്ട വാക്യമാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനവുമാണ്. എന്നാൽ വേദപുസ്തകത്തിനും പ്രവചനത്തിനുമെല്ലാം ഒരു ആനുകാലിക പ്രസിദ്ധമായിരിക്കുന്ന അർത്ഥമുണ്ട്, ഒപ്പം ഒരു ദീർഘകാല അർത്ഥവുമുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മോട് ദൈവത്തിൻ്റെ വചനം ഇടപെടുന്നതായി എന്നെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവർക്ക് ആരെക്കുറിച്ച് എഴുതിയതാണെങ്കിലും നമ്മെക്കുറിച്ചാക്കി എടുക്കാനുള്ള അവകാശമുണ്ടെന്ന് ബൈബിൾ നമുക്ക് അനുവാദം തരുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ചിന്തയിൽ ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കത്തെ നമുക്കുള്ള ദൈവാലോചനയായി പരിഗണിച്ചുകൊണ്ട് ഇതിൻ്റെ ഓരോ വാക്കുകളും അക്ഷരീകമായി വിചിന്തനം ചെയ്യേണ്ടതാണെങ്കിലും അതിൻ്റെ ആകത്തുകയെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇവിടെ ദൈവം പ്രവാചകനിലൂടെ പറയുകയാണ്, ഞാൻ പ്രസാദകാലത്ത് നിൻ്റെ പ്രാർത്ഥനകൾക്ക്, നിൻ്റെ അഭയാചനകൾക്ക് ഉത്തരമരുളി. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. മാത്രമല്ല പല ഘട്ടങ്ങളിൽ ഞാൻ നിന്നെ കാത്തു. 3 കാര്യങ്ങൾ ദൈവം ചെയ്തു. ഒന്ന്, പ്രാർത്ഥനകൾക്കും അഭയാചനകൾക്കും ഉത്തരമരുളി. 2, നിനക്ക് സഹായം ആവശ്യമാകേണ്ട സമയത്ത് ഞാൻ നിന്നെ സഹായിച്ചു. 3, നീ ഇല്ലാതെയായി പോകേണ്ട, തകർന്നു പോകേണ്ട, പരസ്യകോലമായി പോകേണ്ട, നാണം കെട്ടു പോകേണ്ട സ്ഥാനത്ത് ഞാൻ നിന്നെ കാത്തു. അപ്പോൾ ഉത്തരമരുളി, സഹായിച്ചു, കാത്തു. ഈ 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം ചെയ്തു. നമ്മൾ ഓർത്ത് നോക്കിയേ, ഇതേതെങ്കിലും ഒരാളോട് മാത്രം പറഞ്ഞതാണോ, ഒരാൾക്ക് മാത്രമുള്ളതാണോ? അല്ല. ഞാൻ ഈ വാക്യം പലവട്ടം ഉരുവിടുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സഹായിച്ചിട്ടില്ലേ? ഞാൻ നിൻ്റെ കണ്ണുനീരിന് ഉത്തരമരളിയിട്ടില്ലേ? തകർന്നു പോകേണ്ട സ്ഥാനത്ത് ഞാൻ നിന്നെ കാത്തിട്ടില്ലേ? നിങ്ങളും ഈ വാക്യത്തിലേക്ക് ഉറ്റുനോക്കുകയും അധരങ്ങളാൽ ഈ വാക്യം ഉരുവിടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളിയിട്ടുണ്ട്, ഈ ദൈവം എന്നെ കാത്തിട്ടുണ്ട്, ഈ ദൈവം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാക്യം ആരുടെയാ? എന്നെ ബാധിക്കുന്നത്, എന്നെക്കുറിച്ചുള്ളതാണ്. ഈ വിധത്തിൽ സഹായിക്കുകയും ഉത്തരമരുളുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണ് നമ്മളറിയുന്ന വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന മഹാദൈവം. ഞാൻ ഒന്നോടെ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാനുള്ള ആവേശം കൊണ്ട് നിങ്ങളോട് പറയാം. ഇതുപോലെ മനുഷ്യനെ സഹായിക്കുന്ന, ഇതുപോലെ ഒരനർത്ഥം വീട്ടിൽ വരാതെ, ഒരപകടം ജീവിതത്തിൽ സംഭവിക്കാതെ, നമ്മൾ അശ്രദ്ധരാകുമ്പോഴും നമ്മെ ഇതുപോലെ കാക്കുന്നൊരു ദൈവം ലോകത്തിൽ വേറെയില്ല. കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയാചന കഴിച്ച് ഞാനിനി എന്ത് ചെയ്യുമെന്നറിയാതെ കൈമലർത്തി കണ്ണുനീര് തുടച്ചിരിക്കുമ്പോൾ അഭയാചനകൾക്ക് ഉത്തരമരുളുന്ന ഇതുപോലത്തെ ഒരു ദൈവം വേറെയില്ല.
ഈ വാക്യത്തിൽ നിന്ന് തന്നെ നമ്മൾ ഗ്രഹിക്കണം, എൻ്റെ ദൈവം പ്രാർത്ഥിപ്പിക്കുന്നവനല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നവനാണ്. എൻ്റെ ദൈവം എന്നെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നവനാണ്. ഇന്ന് നിങ്ങളോട് പറയാം, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കൊരു സുരക്ഷിതത്വം വേണോ, അതിൻ്റെ ഏറ്റവും നല്ല ഉറവിടം ദൈവമാണ്. നിങ്ങൾക്ക് ഒരു സഹായം വേണോ, അതിന് ഏറ്റവും നല്ല സ്ഥാനം ദൈവമാണ്. നിങ്ങൾക്ക് ഉത്തരം മുട്ടി നിൽക്കുന്ന വിഷയങ്ങളുണ്ടോ, അതിന് മറുപടി വേണോ, ദൈവമാണ് അതിൻ്റെ അഭയസ്ഥാനം. അതുകൊണ്ട് ഈ വാക്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ആത്മാർത്ഥമായി പറ, എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ഒന്ന് കാക്കണം, എന്നെ ഈ ദിവസങ്ങൾ തരണം ചെയ്യാൻ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് താളം തെറ്റി നിൽക്കുന്നൊരു സ്ഥിതിയാണ്. എന്നെ ഒന്ന് കാക്കണം, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് ചില കാര്യത്തിന് മറുപടി തരണം എന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നമ്മെ കാക്കാതിരിക്കില്ല, കരുതാതിരിക്കില്ല, സഹായിക്കാതിരിക്കില്ല. എന്നാൽ ഇന്ന് ഈ ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ ഈ വാക്യത്തിനൊരു 2ാം ഭാഗമുണ്ട്, ഒരു മറുവശമുണ്ട്. അത് ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഞാൻ എന്തിനാ നിന്നെ സഹായിച്ചത്? ഞാൻ എന്തിനാ നിനക്ക് ഉത്തരമരുളിയത്? ഞാൻ എന്തിനാണ് നിന്നെ കാത്തത്? ഈ ചോദ്യത്തിന് നാം ദൈവസന്നിധിയിൽ ഉത്തരം പറയണം. നിൻ്റെ കണ്ണുനീരിന് മറുപടി തന്നത്, നിൻ്റെ അപകടവേളകളിൽ നിന്നെ കാത്തത്, നീ നിസ്സഹായനായി നിന്നപ്പോൾ നിന്നെ സഹായിച്ചത്, നാളെ ഒരാവശ്യം വരുമ്പോൾ വീണ്ടും വരാനല്ല. ദൈവത്തിൻ്റെ സഹായം ലഭിച്ചവർ, ദൈവം കാത്തു സൂക്ഷിച്ചവർ ഈ കൊറോണ കാലത്തും അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്തിലും ചാരന്മാരെപ്പോലെ പലരും കുഴിയിൽ വീഴിച്ചില്ലാതാക്കാൻ നോക്കിയ മേഖലയിലും കാലുപോലും കല്ലിൽ തട്ടിപ്പോകാതെ, മറ്റൊരുത്തിൻ്റെ വലയിൽ വീഴാതെ, വേറൊരു നിലവാരത്തിൽ ഒതുങ്ങിപ്പോകാതെ സർവശക്തൻ നമ്മളെ കാത്തതിൻ്റെ പുറകിലെ ഉദ്ദേശം, ആ ഉദ്ദേശം നാം നന്നായി ഗ്രഹിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ചില വാക്കുകൾ കൂട്ടി പറയാം. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ദേശത്തെ ഉയർത്താൻ, ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാൻ, ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്ന് പറയാൻ, അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്ന് പറയാൻ. നോക്കണം, ദൈവം നമ്മളെ കാത്തതും സഹായിച്ചതും നമ്മൾ കരഞ്ഞപ്പോൾ ഉത്തരമരുളിയതും ചിലതിനെ ഉയർത്താനാണ്, ചിലതിനെ മോചിപ്പിക്കാനാണ്, ഇരുട്ടിൽ നിന്ന് ചിലരെ പുറത്തേക്ക് കൊണ്ടുവരാനാണ്, ബന്ധിക്കപ്പെട്ടവരോട് പൊയ്ക്കൊള്ളാൻ പറയാനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും സൂക്ഷിപ്പും കാവലും കിട്ടിയ ഞാനും നിങ്ങളും നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ശേഷിക്കുന്ന ആയുസ് ചിലതിനെ തകർത്ത് കളയാനല്ല, ഉയർത്താൻ. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉയർത്താൻ ദൈവം നിങ്ങളുടെ ആയുസ് നീട്ടിത്തന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. ഞാൻ ഈ ഭൂമിയുടെ മുഖത്ത് ശേഷിച്ചത് കുറച്ച് നാളും കൂടി തിന്നും കുടിച്ചും ജീവിച്ച് ആ കോട്ട തികയ്ക്കാൻ, 70 ഏറെയായാൽ 80 എന്നൊരു വാക്ക് കിടക്കുന്നുണ്ടല്ലോ, അതങ്ങ് കൊണ്ട് മുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം എന്നെ ശേഷിപ്പിച്ചത്. ഒന്നിലധികം പ്രാവശ്യം അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിടുതൽ തന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ ചിലതിനെ ഉയർത്താനും കാക്കാനും സൂക്ഷിക്കാനും പുറത്തു കൊണ്ടുവരാനും ആണെന്ന് വിശ്വസിക്കുക. ദൈവാത്മാവിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉപയോഗിക്കും നമ്മുടെ കുടുംബത്തിൽ ചിലരെ ഉയർത്താൻ, കുഞ്ഞുങ്ങളെ ഉയർത്താൻ, ചിലതിനെ പണിതെടുക്കാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ സ്വർഗം അത് ചെയ്യട്ടെ. എനിക്കൊരു ദൗത്യമുണ്ട്. ദൈവം ചിലരെ ഉയർത്താൻ എന്നെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ചിലരോടുകൂടി പറഞ്ഞാൽ നിർത്താം. നിങ്ങൾ ഒതുങ്ങിക്കിടക്കുന്നെങ്കിൽ, നിങ്ങൾ തളർന്ന് കിടക്കുന്നെങ്കിൽ, ഈ വാക്യം വെച്ച് നിങ്ങളെ ഉയർത്തേണ്ടതിന്, നിങ്ങളിപ്പോൾ പെട്ടുകിടക്കുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിന്, നിങ്ങൾ ഈ ബന്ധനത്തിൽ കിടക്കണ്ട, നീ ഇറങ്ങിപ്പോക്കോ, നീ ധൈര്യമായിട്ട് പുറത്തു വാ എന്ന് നിന്നോട് പറയേണ്ടതിന്, നിൻ്റെ വീട്ടിലോ ചാർച്ചയിലോ ആരുമില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ആരെയോ കാത്തു വെച്ചിട്ടുണ്ട്. അവർ നിൻ്റെ അടുക്ക വരും, ദൈവം അയച്ചിട്ട് വരും. അവർ നിന്നോട് പറയും, നീ ആരെയും നോക്കണ്ട, നീ മുഖം ചുമക്കണ്ട, നീ ഭാരപ്പെടണ്ട, നീ ഇരുട്ടിൽ കിടക്കണ്ട, നിന്നെ ഞാൻ സഹായിക്കാം, ദൈവമാണ് എൻ്റെ അടുക്ക വിട്ടത്, ഞാൻ നിന്നെ ഉയർത്താം എന്ന് പറഞ്ഞ് കൈപിടിച്ചുയർത്താൻ, കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ചിലരെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ
ഈ ചിന്തകളെല്ലാം കൂടി ചേർത്ത് ഈ വചനം നമുക്ക് ഫലിക്കും, നമ്മളെ ഉപയോഗിക്കും എന്ന പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ തുടരാം. നിങ്ങൾ ഉയർത്തപ്പെടേണ്ടവരാണെങ്കിൽ ആരെയോ ദൈവം കരുതി വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലരെ ഉയർത്താനുണ്ടെങ്കിൽ അതിന് ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നമ്മെ കാത്തതും സൂക്ഷിച്ചതും ദൈവത്തിൻ്റെ പ്രത്യേക പർപ്പസിലി ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ള ചിന്തയോടെ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാം. ആരെയും തളർത്തരുത്, ആരെയും തകർക്കരുത്, ആരെയും ഇരുട്ടിലേക്ക് തള്ളിയിടരുത്. ദൈവം നിന്നെ കാത്തത് ചിലരെ വെളിച്ചത്ത് കൊണ്ടുവരാനും ചിലരെ ഉയർത്താനുമാണ്. നമുക്കത് പ്രതിജ്ഞയോടെ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഓരോ വാക്യങ്ങളും ഓരോ വാചകങ്ങളും എത്രത്തോളം ഞങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല കർത്താവേ. ഞാൻ ഈ വാക്യം വെച്ച് ചിലർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ കാത്തത് അതിനാദ്യം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളൊരു ദൗത്യം നന്നായി മനസ്സിലാക്കുന്നു. ചിലരെ ഉയർത്താനും ചിലരെ കരുതാനും ചിലരെ താങ്ങാനും ഞങ്ങളുടെ കയ്യിൽ പണം അധികമുള്ളത് കൊണ്ടല്ല, ഞങ്ങൾക്കൊത്തിരി സഹായിക്കാൻ കഴിവുള്ളത് കൊണ്ടല്ല, ദൈവം ഞങ്ങളെ ഉപയോഗിക്കും ചിലരെ ഉയർത്താൻ. ഈ നാളുകളിൽ സംഭവിക്കണമേ അപ്പ. അല്ല, ഞങ്ങളിൽ ചിലർ ഒതുങ്ങിപ്പോയവരെ ഉയർത്താൻ ദൈവം ആരെയോ കണ്ടുവച്ചിട്ടുണ്ട്, അവരെ കാത്തു വെച്ചിട്ടുണ്ട്. അവരെ ഈ ദിവസങ്ങളിൽ അടുക്കൽ അയച്ച് ഉയർത്തി മാനിച്ച് ദൈവം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതോർത്ത് സ്തോത്രം. കൃപയിൽ താങ്ങണം, മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.